ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കോൾ വന്നത്. നമുക്കൊന്ന് ടോസപ്പിൽ പോയാലൊന്ന്. അപ്പം ഞാൻ തന്നാൽ പിന്നെ നിങ്ങളെ കൂടി ഒന്ന് ടോസപ്പ് കാണിക്കാമെന്ന് കരുതി. അങ്ങനെ രാവിലെ ഞങ്ങൾ എണീറ്റ് രണ്ടുപേരും കൂടി ടോസപ്പിലേക്ക് പോവുകയാണ്. ഇതാണ് രാവിലെ വിളിച്ചുണർത്തിയ എൻ്റെ ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾ ടോസപ്പിലേക്ക് എത്താറായി. പക്ഷേ ഇനിയും കുറച്ചുകൂടെ നടക്കാനുണ്ട്. കുറച്ച് സണ്ണി ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല വിൻ്ററാണ്, നല്ല തണുപ്പുള്ള വിൻ്റർ. ആ സമയത്ത് ഈ ഒരു സണ്ണി ലൈറ്റായിട്ട് പോകാൻ നല്ല രസമാണ്. ശരിക്കും ഇവിടുത്തെ സ്കൈ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. നിങ്ങളൊന്ന് നോക്ക്. ആക്ച്വലി ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഇതാണ് സൂര്യദാസ്, ഷോർട്ട് നെയിം ദാസ് എന്ന് വേണേൽ വിളിക്കാം. അങ്ങനെ ഞങ്ങൾ ടോസപ്പിലേക്കുള്ള മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ സൈഡിൽ കൂടി പോകുമ്പോൾ ഈ മൗറീഷ്യസ് ഫുള്ള് നമുക്ക് ആ വ്യൂ ആയിട്ട് കാണാൻ പറ്റും. സൈഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഞാൻ നന്നായിട്ട് കാണിക്കാവുന്ന. അങ്ങനെ നമ്മളിപ്പോൾ കുറേ നടന്ന് ടോസപ്പിലെത്തി. ഇവിടെ കുറേ പേര് രാവിലെ തന്നെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത്, ഫുൾ വ്യൂ, മൗറീഷ്യസിൻ്റെ ഫുൾ വ്യൂ നമുക്കിവിടെ വോൾക്കാനോയുടെ അടുത്ത് വന്നിരുന്ന എല്ലാം കാണാൻ പറ്റും. പിന്നെ ഈ വോൾക്കാനോ എന്ന് പറയുന്നത് ഫുള്ള് റൗണ്ടാണ്, ഫുള്ള് റൗണ്ട് അടിച്ച് കാണാൻ പറ്റുന്നൊരു സാധനമാണ് ഈ വോൾക്കാനോ. വെരി നൈസ് ആണ് കാണാൻ, വെരി നൈസ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. ജസ്റ്റ് നമ്മൾ ആ റോഡ് ക്രോസ് ചെയ്ത് ഈ മലേൻ്റെ മുകളിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ നല്ല വ്യൂ നമുക്ക് കാണാൻ പറ്റും. നല്ല ആ സ്കൈ ബ്ലൂ ആയിട്ടുള്ള ഫീലിങ്ങും എല്ലാം അടിപൊളി ഫീലാണത്. ഇതിൻ്റെ ഇൻസൈഡ് പോയാൽ ഇതിനേക്കാൾ നല്ല വ്യൂ ആയിരിക്കും, പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല. അവരത് ഫുള്ള് ക്ലോസ് ആക്കി വെച്ചേക്കുവാണ്. ഈ ക്ലോസ് ആക്കി വെച്ചേക്കുന്നതിൻ്റെ ഇൻസൈഡാണ് വോൾക്കാനോ ഉള്ളത്. കുറച്ചു നേരം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി, കാരണം അത്രയും ദൂരം നടക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കും. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് നടന്നേക്കാന്ന് വിചാരിച്ചു. ആ സൈഡിലാണെങ്കിൽ ഫുള്ള് കിളികളുടെ സൗണ്ടായിരുന്നു. അങ്ങനെ നേരെ നടന്ന് ഞങ്ങൾ കുറേ ദൂരം പോയപ്പോഴാണ് കുറേ സ്റ്റെപ്പ് ഞങ്ങൾ കാണുന്നത്. എന്നാ വിചാരിച്ചു അതെന്താന്ന് നോക്കിക്കളയാം. നേരെ ഉള്ളിലേക്ക് കയറി ഞാനും ദാസും കൂടി. കുറേ ദൂരം നടക്കാനുണ്ടെന്ന് തോന്നുന്നു, എന്നാലും പോയി നോക്കാം എന്നാണ് പറഞ്ഞപ്പോൾ ഓക്കെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഞാനും അവളും കൂടി എന്താ ഉള്ളിലുള്ളത് നോക്കാമെന്ന് വിചാരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം നടക്കാനുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ദൂരം നടന്നപ്പോഴാണ് എനിക്കൊരു ഡൗട്ട്, ഇനി ഉള്ളിലേക്ക് പോകണോ വേണ്ടയോ എന്ന്. സൂര്യയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പോകാമെന്ന് പറഞ്ഞ് അവൾ ഫസ്റ്റ് നടന്നു. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അവൾക്കും ഒരു ഡൗട്ട്, ഇനി പോകണോ വേണ്ടയോ. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ഒരാൾ കിടക്കുന്നു. പേടിച്ചു പോയി. പിന്നെയാണ് നോക്കുമ്പോഴാണ് പുള്ളിക്കാരൻ അവിടെ എക്സസൈസ് ചെയ്യുകയാണ്. ഇതെന്താണെന്നറിയില്ല, എന്നാലും ഉള്ളിലേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞാനും സൂര്യയും കൂടി അതിൻ്റെ അടുത്തേക്ക് നടന്നു. കുറച്ചങ്ങ് നീങ്ങിയപ്പോഴാണ് അതിൻ്റെ അടുത്തായിട്ട് രണ്ട് ചേട്ടന്മാരിരിക്കുന്നത് ഞങ്ങൾ കണ്ടത്. അവരോട് പോയി ഞങ്ങൾ ചോദിച്ചു ഇതെന്താണ്. അപ്പോൾ അവർ നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ വന്ന് ഇത് ഇവിടുത്തെ വാട്ടർ സപ്ലൈ ചെയ്യുന്ന വലിയൊരു കിണറാണെന്ന് പറഞ്ഞവർ. പിന്നെ ഞങ്ങൾ കണ്ടത് വെതർ റാഡർ സ്റ്റേഷനാണ്. ഇതാണ് മൗറീഷ്യസിൻ്റെ എല്ലാ മൂവ്മെൻറ്റും കാര്യങ്ങളും നോക്കുന്നത്. പിന്നെ നമുക്ക് ജാനുവരിയിൽ ഫെബ്രുവരിയിൽ സൈക്ലോൺസ് ഉണ്ടാവാറുണ്ട്. ഇവരാണ് അതൊക്കെ മുൻകൂടി പ്രവചിക്കുന്നതെന്നാണ് പറയാറ്. ഇവിടെ ശരിക്കും വിൻ്റർ ടൈമിലാണ് കൂടുതൽ ഫോർച്യൂണേഴ്സ് വരാറ്. ഇപ്പോഴും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സൂര്യനെ തപ്പുന്നത്. സൂര്യനെ കാണുന്നില്ല. നോക്കുമ്പോൾ സൂര്യൻ എങ്ങോട്ടോ വെച്ച് വിടുന്നു. എവിടെ എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാവുന്നേ ഇല്ല. സൂര്യ എങ്ങോട്ടായി പോകുന്നതെന്ന് അറിയാൻ വേണ്ടി അവളെ ഫോളോ ചെയ്തപ്പോഴാണ് അവിടെ കുറേ ആൻറ്റി ഐറ്റംസ് ഇരിക്കുന്നുണ്ടത്. സൂര്യ അതൊന്നും നോക്കിയില്ല, നേരെ റാസ്ബെറി ഇരിക്കുന്നു അതിലേക്ക് പോയി. നല്ല കളർഫുള്ളായിട്ടുള്ള റാസ്ബെറി ആയിരുന്നു. ഞങ്ങൾ ഓരോന്ന് വാങ്ങിച്ച് കഴിച്ചു. അയാൾ പക്ഷെ പാക്ക് ചെയ്യുന്ന രീതി നല്ല ഡിഫറൻ്റ് ആയിരുന്നു. റാസ്ബെറി വാങ്ങി നേരെ ഒരു ആൻറ്റിക്യൂയിലേക്ക് പോയി. സൂര്യക്കാണെങ്കിൽ എല്ലാം വാങ്ങിക്കൊണ്ട് പോയാലോ എന്നുണ്ട്. അയാളാണെങ്കിൽ സൂര്യക്ക് ഓരോന്ന് ഇട്ട് കൊടുത്ത് ഇത് കൊള്ളാം അത് കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. സൂര്യക്ക് എല്ലാം കിട്ടിയ അത്രയും നല്ലതെന്നുള്ള രീതിയിൽ സൂര്യ നിൽക്കും. അങ്ങനെ രണ്ട് ബാൻഡൊക്കെ വാങ്ങി ഞങ്ങൾ പുള്ളിക്കാരനോട് ബൈ ബൈ പറഞ്ഞു. അപ്പോഴാണ് ഫുൾ മൂണിലേക്ക് നോക്കിയപ്പോൾ അവിടുത്തെ വ്യൂ നൈസായിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കാണാനാണ് ആ പോയിന്റിൽ വന്നേക്കുന്നത്. അങ്ങനെ ഫൈനലി ഇതാണ് മൗറീഷ്യസ് വോൾക്കാനോ. ഇത് കാണിക്കാനാണ് ഞാൻ നിങ്ങളോട് വോൾക്കാനോ കാണാൻ പോകാമെന്ന് പറഞ്ഞത്. ഇത് ഭയങ്കര ഡീപ്പ് സർക്കിളാണ്. ഇതിലേക്ക് പോയിട്ടുള്ള ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നമ്മളങ്ങനെ കുറേ ദൂരം റൗണ്ട് അടിച്ച് നടന്നു. കുറേ നടക്കാനുണ്ട്. നമുക്ക് രാവിലെ ജോഗിങ്ങിന് പോയാൽ പറ്റിയൊരു സ്ഥലമാണിത്.
പിന്നെ നമ്മൾ കുറച്ചങ്ങ് നടന്നു പോയപ്പോഴാണ് അവിടെ എന്തോ ഒരു കുരിശ് പോലത്തെ ഒരു സാധനം വെച്ചിരിക്കുന്നത് കണ്ടത്. എന്താണെന്ന് മനസ്സിലായില്ല. അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ കമൻറ്റ് ഇട്ടോ. എനിക്ക് മനസ്സിലായില്ല. എനിക്ക് നല്ല സൂര്യക്കും മനസ്സിലായില്ല അവിടെ എന്താ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ക്ലോസ് ആയിട്ട് പോയി നോക്കി അവിടെ എന്താ ഉള്ളത്, പക്ഷെ മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ റൗണ്ട് അടിച്ചു, കുറേ ഗ്രീനറി കണ്ടു. എല്ലാ സ്ഥലങ്ങളും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതാണ് ടോസപ്പിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഫുൾ വ്യൂ. വളരെ നൈസായിരുന്നു. മൗറീഷ്യസ് ഫുൾ കാണാം. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ചുകൂടി നേരിട്ട് പോയി കണ്ട നൈസായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അത് കാണാൻ പറ്റിയൊരു കാഴ്ചയാണ്. ഇനി ഇതിന്റെ ഏറ്റവും മുകളിൽ പോയി നിന്നിട്ട് ആ ഒരു കാറ്റ് നൈസ്. അപ്പൊ വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സീ യു സൂൺ.